ഈശോയിൽ സ്നേഹമുള്ളവരെ, അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരായുസ് മുഴുക്കെ അകറ്റി നിർത്തപ്പെട്ടിട്ടും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിരുന്ന സക്കറിയായ്ക്കും എലിസബത്തിനും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് കടാക്ഷിച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം. എന്തുകൊണ്ടാണ് നന്മയുടെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടും ദുരന്തങ്ങളും വിട്ടൊഴിയാത്ത കഷ്ടപ്പാടുകളും എന്ന് വിലപിക്കുന്ന ഏറെ പേരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു നാളും അവഗണിക്കുകയില്ല എന്നാണ് ചരിത്രവും വിശുദ്ധ ഗ്രന്ഥവും നമ്മളെ പഠിപ്പിക്കുന്നത്. അപമാനത്തിലും പുലർത്തുന്ന സ്ഥൈര്യമാണ് വിശ്വാസം. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീര് അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 56:8. ഒരു പ്രാർത്ഥനയും ഒരു കണ്ണീരും ഒരു നെടുവീർപ്പും വൃഥാവിലാവില്ല എന്നുള്ളതാണ് വിശ്വാസിയുടെ എല്ലാ കാലത്തെയും പ്രതീക്ഷയും പ്രത്യാശയും. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു മുടിനാരിഴ പോലും വീണുപോകില്ല എന്ന ദൈവപരിപാലനയിലുള്ള ബോധ്യമാണ് വേദനകളുടെ തീവ്രതയിലും വിശ്വാസത്തിന്റെ ഉറപ്പോടെ നിലനിൽക്കാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ കൽപ്പന അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. പ്രതിസന്ധികളിൽ പതറിപ്പോകുന്ന അല്പവിശ്വാസം തിരുത്തപ്പെടേണ്ടതുണ്ട്. വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുക്കുന്ന മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്തസാക്ഷികളാകാൻ മാത്രമല്ല. ബലഹീനരായ മനുഷ്യർക്കും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാങ്ങണ പോലെ ഇളകുന്ന ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിന്റെ വഴിയിൽ പലവട്ടം പതറിപ്പോയ പത്രോസിനെയാണല്ലോ ഈശോ തന്റെ സഭയുടെ അമരക്കാരനാക്കിയത്. വിശ്വാസത്തിന്റെ പാളിച്ചകൾ മനസ്സിനെ ഉലയ്ക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസമില്ലായ്മയുടെ തെളിവല്ല, മറിച്ച് വിശ്വാസത്തിന്റെ തെളിവാണ്. പത്രോസിനെ പോലെ പുറത്തുപോയി നെഞ്ചുരുകി കരയാൻ തക്കവിധത്തിൽ മനസ്സിൽ എളിമ നിറയണം എന്ന് മാത്രം. ജീവിതത്തിന്റെ ചില ദശാസന്ധികളിൽ സക്കറിയായെ പോലെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പകച്ചു പോയിട്ടുള്ളവരായിരിക്കും നമ്മളും. ക്രിസ്തുവിനെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ലല്ലോ. അവന്റെ വാക്ക് നിവർത്തിതമാകുവോളം കാത്തിരിക്കാനും അവൻ നമ്മളെ അപമാനിതരാക്കില്ല എന്ന് ഉറച്ചു ബോധ്യപ്പെടാനുമുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.